അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തജ്വീദ്, അഖീദ ഈ രണ്ട് വിഷയങ്ങളാണ് APS 4 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ കഴിഞ്ഞ വർഷത്തെ മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ ഭാഗത്ത് തജ്വീദും പിന്നീട് ഒരുപാട് ചോദ്യങ്ങൾ അഖീദയുടെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, എന്നിരുന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ആക്കിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. ഒന്നാമത്തത് നുലാഹിലു വനസ്രു ബിൽ അറക്കാബ്, വായിച്ചു നോക്കിയിട്ട് നമ്പറുകൾ കൊണ്ട് യോജിപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തത് ഇവിടെ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതൊക്കെ ആയത്തുകളാണ്. ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ആ ആയത്തുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള നിയമങ്ങളാണ്. അൻഅംത, ഈ അൻഅംതയിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ തജ്വീദിൽ പഠിച്ച നിയമം ഏതാണ്? അതേപോലെ റബ്ബഹും ബിഹിം വഖദ് ദഖലു ബർ റബ്ബുക്കും ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ. അപ്പോൾ ഇതിനൊക്കെ സ്യൂഡായിട്ടുള്ള നിയമങ്ങൾ, ഇതൊക്കെ ഓതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾക്ക് പറയുന്ന, ചില നിയമങ്ങൾക്ക് പറയുന്ന പേരുകൾ എപ്പുറത്തുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആയത്ത് അവിടെ മുതൽ തുടങ്ങാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് അൻഅംത എന്നുള്ളതാണ്. അൻഅംത എന്ന ആയത്തിൽ 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു നിയമമുണ്ട്. സാക്കിനായ മീമിൻ്റെ നിയമമാണത്. അൻഅംത എന്നതിൽ സാക്കിനായ മീം കാണാം. ഈ സാക്കിനായ മീമിന് ശേഷം എന്ത് അക്ഷരം വന്നു അതിനനുസരിച്ചിട്ടാണ് സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ വരുന്നത്. ആ മീമിനെ മണിക്കണമോ മറക്കണമോ, അതല്ല ആ മീമിനെ മണിക്കാതെ വ്യക്തമാക്കിയിട്ട് ഓതണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ്? അതിൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണെന്ന് നോക്കിയിട്ടാണ്. ഇവിടെ സാക്കിനായ മീമിന് ശേഷം താ ആണ് വന്നിട്ടുള്ളത്. അപ്പം മീമിനെ മണിച്ചിട്ടാണോ ഓതേണ്ടത്, മണിക്കാതെയാണോ ഓതേണ്ടത്? അല്ലെങ്കിൽ മീമിനെ മീമും താവും ഒന്നിച്ച് ജമ്മ ആക്കിയിട്ടാണോ ഓതേണ്ടത്? അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ 2ാമത്തെ പാഠം, തജ്വീദിലെ 2ാമത്തെ പാഠം പേജ് നമ്പർ 37 ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനുള്ള മീമാണ്. സുക്കൂന് ഖുർആനിൽ സാക്കിനായ മീം 2 തരത്തിലുണ്ടാവും. മീമിൻ്റെ മുകളിൽ ഈ ഒരു ദൗറിൻ്റെ അടയാളം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഫത്തുഹും കസ്റും ലമ്മും ഒന്നും ഇല്ലാത്ത മീമും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മീം അത് സാക്കിന മീമാണ്, നമ്മൾ മനസ്സിലാക്കണം. സാക്കിന മീമിന് ശേഷം ഏതക്ഷരം വരുന്നു അതിനനുസരിച്ചിട്ടാണ് നിയമങ്ങൾ വരുന്നത്. 3 നിയമങ്ങളാണുള്ളത്. 1 ഇഖ്ഫാ, 2 ഇദ്ഗാം, 3 ഇൽഹാർ. സാക്കിനായ മീമിന് ശേഷം ബാ എന്നുള്ള അക്ഷരം വന്നാൽ അതിന് ഇഖ്ഫാ എന്ന് പറയും. സാക്കിനായ മീമിന് ശേഷം മീം എന്നുള്ള അക്ഷരം വന്നാൽ അതിന് ഇദ്ഗാം എന്ന് പറയും. സാക്കിനായ മീമിന് ശേഷം നേരത്തെ പറഞ്ഞ ബാഉം മീമും അല്ലാത്ത എല്ലാ ഹർഫുകളും വന്നാലും അത് ഇൽഹാർ എന്ന് പറയും. അപ്പോൾ അതിന് ഉദാഹരണം നോക്കാം. ഇഖ്ഫാ എങ്ങനെയാണ്? ഇവിടെ ഈ ഒരു ആയത്തിൽ റബ്ബഹും ബിഹിം, അവിടെ സാക്കിനായ മീമാണിത്. അതിനുശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള ബാ വന്നു. അപ്പോൾ ഇവിടെ എന്താക്കിയിട്ട് ഓതണം? ഇഖ്ഫാ ചെയ്തിട്ട് ഓതണം. എങ്ങനെയാണ് ഇഖ്ഫാ ചെയ്തിട്ട് ഓതേണ്ടത്? മണിച്ച് 2 ഹർക്കത്തിൻ്റെ ഖദർ മണിച്ചിട്ട് മീമിനെ നമ്മൾ ഓതണം. റബ്ബഹും ബിഹിം, അങ്ങനെ മണിച്ചിട്ട് എന്താക്കണം? നമ്മൾ ഇഖ്ഫാ ചെയ്തിട്ട് ഓതണം. ഇനി ഇദ്ഗാം എങ്ങനെയാണ്? സാക്കിന മീമിന് ശേഷം ഫത്ഹോ കസ്റോ ലമ്മ ഉള്ള മീം വന്നാലാണ് ഇദ്ഗാം നടക്കുക. അതെങ്ങനെയാണ് ഇദ്ഗാം ചെയ്യുക? സാക്കിന മീമിനെ ശേഷമുള്ള മീമിലേക്ക് ജമ്മാക്കണം. 2നെയും മെർജ് ചെയ്യണം. 2നെയും ഒന്നാക്കി ഷദ് ചെയ്തിട്ട് നമ്മൾ ഓതണം. ഇപ്പോൾ ഇവിടെ 2 മീമുണ്ട്, പക്ഷെ ഓതുന്ന സമയത്ത് ഒറ്റ മീമാക്കി ഷദ് ചെയ്തിട്ട് നമ്മൾ ഓതണം. ലക്കും
ആ രീതിയിൽ ഓതണം. ഇനി ഇൽഹാർ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വ്യക്തമാക്കിയിട്ട് മണിക്കാതെ മറക്കാതെ സാധാരണ രീതിയിൽ ഓതുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? മീമും ബാവും ഒഴികെ എല്ലാ ഹർഫുകളും ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ഏതക്ഷരം വന്നാലും, ബാവും മീമും അല്ലാത്ത ഏതക്ഷരം വന്നാലും നമ്മൾ ഇൽഹാർ ചെയ്യണം, മണിക്കാൻ പാടില്ല. അപ്പോൾ ഖുർആനിൽ പിന്നെ ഇഖ്ഫായിൻ്റെ മീമിനും ഇദ്ഗാമിൻ്റെ മീമിനും ഒന്നുണ്ടാവില്ല, സുക്കൂനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇൽഹാർ ചെയ്യുന്ന സ്ഥലത്ത് അതിന് സുക്കൂന് വ്യക്തമാക്കിയിട്ട് ഇട്ടിട്ടുണ്ടാവും. കാരണം അവിടെ സുക്കൂൻ ചെയ്തിട്ട് തന്നെ ഓതണം എന്നുള്ളത്. വഹും യഅലമൂൻ, വഹും യ, അവിടെ രണ്ടും ജമ്മാക്കി ഓതാൻ പാടില്ല. അങ്ങനെ ഓതിയാൽ കുറ്റം കിട്ടും. ജമ്മ ആക്കാതെ യാഇനെ മീമിനെ ഒക്കെ വ്യക്തമാക്കിയിട്ട് തന്നെ ഓതണം. വഹും യ, നമ്മൾ അറിയാത്ത ഈ നിയമങ്ങൾ അറിയാതെ പോകുന്ന സമയത്ത് മീമിനെ യായിലേക്ക് ജമ്മാക്കി ചേർത്തിട്ട് ഓതിപ്പോകും. അതുകൊണ്ടാണ് ഈ ഒരു നിയമം പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നത്. അങ്ങനെ മീമിനെ യായിലേക്ക് ചേർത്തിട്ടോ മണിച്ചിട്ടോ ഒന്നും ഓതാൻ പാടില്ല ഈ ഒരു ഇൽഹാറിൻ്റെ വിഷയത്തിൽ. വഹും യഅലമൂൻ, അങ്ങനെ തന്നെ വ്യക്തമാക്കിയിട്ട് ഓതണം. അപ്പോൾ പാഠഭാഗത്തേക്ക് ഒരിക്കൽ കൂടി വരാം. പാഠം 2, അഹ്കാമുൽ മീമ് സാക്കിന, സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ. അഹ്കാമുഹ സലാസ, 3 നിയമങ്ങളാണ്. അൽ ഇഖ്ഫാഉ, ഇഖ്ഫാ 2, അൽ ഇദ്ഗാമു, ഇദ്ഗാം 3, അൽ ഇൽഹാർ, ഇൽഹാറുകൾ. പിന്നെ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയിലെ ഡെഫിനിഷനാണ്. ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ എന്താണ് ഇഖ്ഫാ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. സാക്കിനായ മീമ് ബായിൻ്റെ മുമ്പിലാണ് വന്നതെങ്കിൽ 2 ഹർക്കത്തിൻ്റെ ഖദർ അനുസരിച്ച് മണിച്ച് മീമിനെ മറച്ച് ഓതുന്നതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ബായിൻ്റെ മുമ്പിൽ സാക്കിനായ മീമ് വന്നാൽ ആ സാക്കിനായ മീമിനെ മറച്ച് മണിച്ച് ഓതുന്നതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഉദാഹരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇന്ന റബ്ബഹും ബിഹിം, ഇവിടെ മീമിനെ മറച്ച് മണിച്ച് ഓതണം, കാരണം ഇവിടെ ബാ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഉദാഹരണത്തിലും. ഇനി അൽ ഇദ്ഗാം എന്താണ് ഇവിടെ പറയുന്നു? ഇദ്ഗാം നമ്മൾ പഠിച്ചു. എന്താണ്? സാക്കിനായ മീമിനെ ശേഷമുള്ള ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ലയിപ്പിച്ച് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. അപ്പോൾ തുദ്ഗാമു അൽ മീമു സാക്കിന മഅൽ ഗുന്നത്തി ബിഖദ്രി ഹർക്കത്തൈനി ഇദാ വഖഅത ഖബ്ലൽ മീം, ഹർക്കത്തുള്ള മീമിൻ്റെ മുമ്പിൽ സാക്കിനായ മീമ് സംഭവിച്ചാൽ ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്തുകൊണ്ട്, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർത്തുകൊണ്ട് ആ സാക്കിനായ മീമിനെ നമ്മൾ ഓതണം. അതിൻ്റെ ഉദാഹരണമാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ഫി ഖുലൂബിഹിം മറ ഖലഖലകും മ. അപ്പോൾ അങ്ങനെ 2 മീമും ഒന്നാക്കിയിട്ട് ഓതണം. ഓക്കെ, ഇനി ഇപ്പുറത്തെ പേജിൽ ഇൽഹാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോട്ടിൽ കാണിച്ചു തന്നതുപോലെ മീമും ബാവും അല്ലാത്ത എല്ലാ ഹർഫുകളും ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ സാക്കിനായ മീമിന് ശേഷം വന്നാൽ വ്യക്തമാക്കിയിട്ട്, ആ സാക്കിനായ മീമിനെ വ്യക്തമാക്കിയിട്ട് മണിക്കാതെ ഓതണം. അൽ ഇൽഹാറു തുൽഹറുൽ മീമു സാക്കിന മിൻ ഗൈരി ഉന്നത്തിൻ ഇദാ വഖഅത ഖബ്ല ഹർഫിൻ മിനൽ ഹുറൂഫി മാ അദൽ ബാഇ അൽ മീം. ബാവും മീമും അല്ലാത്ത ഏതെങ്കിലും ഒരു ഹർഫിൻ്റെ മുന്നിൽ സാക്കിനായ മീമ് സംഭവിച്ചാൽ ആ സാക്കിനായ മീമിനെ ഉന്നത്തില്ലാതെ വെളിവാക്കി ഓതണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. സാക്കിനായ മീമിന് ശേഷം താഗ് വന്നിട്ടുള്ളത്. അപ്പോൾ താഗ് എന്നുള്ളത് ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ ഇൽഹാർ ചൂസ് ചെയ്യണം.
രണ്ടാമത്തത് റബ്ബഹും ബിഹിം. അതിൻ്റെ നിയമം ഏതാണ്? ഇപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നിട്ടുള്ളത്. ബാ ഏതിൻ്റെ അക്ഷരമാണ്? സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നിട്ടുള്ളത്. ബാ ഏതിൻ്റെ അക്ഷരമാണ്? ഇവിടെ നോക്കാം, ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇഖ്ഫ ചെയ്യണം. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇഖ്ഫാൻ്റെ ഓപ്റ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തത് വഖദ് ദഖലു. ഇവിടെ എന്ത് നിയമമാണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാക്കിനായ ദാലും ഹർക്കത്തുള്ള ദാലും ഒന്നിച്ചിട്ട് വന്നു, സുക്കൂനുള്ള ദാലും ഫത്തഹുള്ള ദാലും. അപ്പോൾ ഇവിടെ എന്ത് നിയമമാണ്? അപ്പോൾ പേജ് നമ്പർ 40 4ാമത്തെ പാഠത്തിലാണ് ഈ നിയമം നമ്മൾ ഈ ഒരു രീതി നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്? ഇപ്പോൾ ഒരേ ലെറ്റർ വന്നാൽ അതിൽ ആദ്യത്തിന് സുക്കൂനും രണ്ടാമത്തിന് ഹർക്കത്തും വന്നാൽ അവിടെ നമ്മൾ ആ 2 അക്ഷരത്തിനെ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഖുർആനിൽ ഒരു ആയത്തിൽ ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൽ കണ്ടില്ലേ വഖദ് ദഖലു. അപ്പോൾ അത് പിന്നെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി വിശദീകരിച്ച് തരാം. ഒരു ആയത്തിൽ ഒരു വാക്കിൽ സുക്കൂനുള്ള ദാലും ശേഷം ഹർക്കത്തുള്ള ദാലും വന്നു. അപ്പോൾ അതിനെ രണ്ടിനെയും എന്താക്കണം? നമ്മൾ മെർജ് ചെയ്യണം. അപ്പോൾ ദ എന്നാവും. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഓക്കെ, ഇവിടെ ദ് ദി എന്താ ഓതേണ്ടത്? ദി ദ് ദു ദു. അത് ദ. ഇവിടെ ഒന്നാമത്തെ ദാലിന് സുക്കൂനും രണ്ടാമത്തെ ദാലിന് ഫത്ഹാണ്, ഹർക്കത്തുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓതേണ്ടത്? അദ്ദ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇവിടെ അത് ദി, ഒന്നാമത്തേന് സുക്കൂനും രണ്ടാമത്തേന് കസറും, അദ്ദി. ഇവിടെ ഒന്നാമത്തേന് സുക്കൂനും രണ്ടാമത്തേന് ലൊമ, അദ്ദു. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഈ ഒരു മോഡലിലാണ് ഖുർആനിൽ വന്നതെങ്കിൽ ഈ ഒരു മോഡലിലാണ് നമ്മൾ ഓതേണ്ടത്. ഇത് ഇങ്ങനെ സെയിം ലെറ്ററുകൾ അടുത്തടുത്ത് വരുമ്പോൾ അതിനെ ഇദ്ഗാം ചെയ്യുമ്പോൾ ആ ഇദ്ഗാമിന് പറയുന്ന പേരാണെന്ത്? ഇദ്ഗാമു മുത്തമാസിലൈനി. എന്താണ് അതിന് പറയുക? ഇദ്ഗാമു മുത്തമാസിലൈനി. സെയിം ലെറ്ററുകൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുന്നതിനാണ് ഇദ്ഗാം മുത്തമാസിലൈനി എന്ന് പറയുന്നത്. എളുപ്പമാണ്. സെയിം ലെറ്റർ വന്നാൽ അതിന് ഇദ്ഗാം മുത്തമാസിലൈനി എന്ന് പറയും. അപ്പോൾ അവിടെ നോക്കാം. ഇത് സാധാരണ രീതിയിൽ ഇദ്ഗാം എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. അല്ല, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇദ്ഖാലു ഹർഫിൻ സാക്കിനിൻ, സാക്കിനായ ഒരു ഹർഫിനെ ചേർക്കലാണ്, പ്രവേശിപ്പിക്കലാണ്, മിക്സ് ചെയ്യലാണ്. ഇല ഹർഫിൻ മുതഹദ്ദിക്കിൻ ബഅദഹു, ആ സാക്കിനായ ഹർഫിന് ശേഷമുള്ള ഹർക്കത്തുള്ള ഹർഫിലേക്ക് മിക്സ് ചെയ്യലാണ്, ചേർക്കലാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. വതലഫ്ഫുളു ബിഹാ, അതിനെ പറയണം, മുഷദ്ദദ, ശബ്ദോട് കൂടിയിട്ട് അതിനെ പറയണം. അപ്പോൾ സാക്കിനായ ഒരക്ഷരത്തെ ഹർക്കത്തുള്ള ഒരക്ഷരത്തിലേക്ക് ചേർത്ത് ശബ്ദോട് കൂടി പറയുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് ഇദ്ഗാം മുതമാസിലൈനി എന്താണെന്നുള്ളത്. ഇദാ കാനൽ ഹറഫാനിൽ മുദ്ഗാമാനി, ഈ ചേർക്കുന്ന 2 അക്ഷരങ്ങളും ഹർഫൻ വാഹിദൻ, ഒരേ അക്ഷരമാണെങ്കിൽ, ഒരേപോലുള്ള അക്ഷരമാണെങ്കിൽ, തുസമ്മൽ മുത്തമാസിലൈനി, അതിന് മുത്തമാസിലൈനി എന്ന് പറയുന്നു. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ 2 അക്ഷരത്തെ ചേർക്കലാണ്. ആ ചേർക്കുന്ന 2 അക്ഷരങ്ങളും ഒരേപോലെയാണെങ്കിൽ അതിന് മുത്തമാസിലൈനി എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ഗാം മുത്തമാസിലൈനി എന്ന് മൊത്തത്തിൽ പറയുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ മദ്ദിൻ്റെ ഹർഫുകളെ മുത്തമാസിലൈനിയായിട്ട് വന്നാൽ, അടുത്തടുത്ത് വന്നാൽ മദ്ദിൻ്റെ ഹർഫുകൾ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഖാലു, ഇവിടെ വാവ് മദ്ദിൻ്റെ ഹർഫായിട്ടാണ് വന്നത്. മദ്ദിൻ്റെ ഹർഫിനെപ്പം സുക്കൂനായിട്ട് തന്നെ ഉണ്ടാവുക അല്ലേ? ഈ മദ്ദിൻ്റെ അക്ഷരം ഒരിക്കലും ശേഷമുള്ള അതേ അക്ഷരത്തിലേക്ക്
ഇദ്ഗാം ചെയ്യപ്പെടൂല, അത് ചെയ്യാൻ പാടില്ല. ഫീ യൗമിൻ എന്നാണ് ഓതേണ്ടത്, ഫി യൗമിൻ അല്ല. ഖാലു വഹും എന്നാണ് ഓതേണ്ടത്, ഖാലു വഹും അല്ല. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫലാ യജൂസ് ഫീഹിൽ ഇദ്ഗാം, ഇദ്ഗാം അത് ഈ ഒരു കാര്യങ്ങളിൽ മദ്ദിൻ്റെ ഹർഫിൽ ഇദ്ഗാം പറ്റൂല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? വഖദ് ദഖലു, സെയിം ലെറ്ററാണ്, ഇദ്ഗാം ചെയ്യുന്നത് സെയിം ലെറ്ററാണ്. അപ്പോൾ എന്ത് ഇദ്ഗാമാണ്? ഇദ്ഗാം മുത്തമാസിലൈനെയാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ബർ റബ്ബുക്കും. ലാമും റാവും, ഈ ഒരു ആയത്തിൽ ലാമും റാവുമാണ് ഇദ്ഗാം ചെയ്തിട്ടുള്ളത്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങളാണ്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. അതേതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ ഉത്തരം 6ാമത്തെ പാഠത്തിലാണുള്ളത്. നമ്മൾ 5ാമത്തെ പാഠം കൂടി കവർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഇദ്ഗാമുൽ മുത്തജാനിസൈനി. ഇപ്പം ഇദ്ഗാം എന്ന് പറഞ്ഞാൽ രണ്ട് അക്ഷരങ്ങളെ ഒരുമിച്ച് ചേർക്കലാണ്. അടുത്തടുത്ത് വരുന്ന രണ്ട് അക്ഷരങ്ങളെ സാക്കിനായ അക്ഷരത്തെ ശേഷമുള്ള ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർക്കലാണ് ഇദ്ഗാം. അതിൽ മുത്തജാനിസാനി എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം. അൽ മുത്തജാനിസാനി ഹുമാ അൽ മുത്തഫിഖാനി ഫിൽ മഖ്റജി വൽ മുഖ്തലിഫാനി ഫിസ് സിഫത്തി. മഖ്റജിൽ, ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, എന്നാലോ സിഫത്തിൽ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ നോക്ക്, താവും താവും രണ്ടും മഖ്റജ് എവിടുന്ന? ഒരേ സ്ഥലത്താണ് അല്ലേ? അതിൻ്റെ മഖ്റജ് നാവിൻ്റെ കൂർത്തറ്റവും മേലെ മുൻപല്ലിൻ്റെ ഊനുമാണ്. രണ്ടിൻ്റെ മഖ്റജ് അതാണ്. എന്നാലോ അതിൻ്റെ സിഫത്തിൽ മാറ്റമുണ്ട്. ഓരോ അക്ഷരത്തിനും സ്വഭാവത്തിൽ മാറ്റമുണ്ട്. സിഫത്ത് എന്ന് പറഞ്ഞാൽ സ്വഭാവം, അതിൻ്റെ ട്യൂണ്, അതിൻ്റെ സൗണ്ടിൻ്റെ രീതി. താ എന്ന് പറയുന്നത് പോലെയല്ല ത്വാ പറയുന്നത്. രണ്ടും ഒരേ മഖ്റജാണെങ്കിലും ഒന്ന് ത, മറ്റത് ത്വാ. ഇപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഒരേ മഖ്റജാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള രണ്ട് അക്ഷരത്തെ നമ്മൾ ഇദ്ഗാം ചെയ്യുമ്പോൾ അതിന് ഇദ്ഗാമുൽ മുത്തജാനിസൈനി എന്ന് പറയും. ഫയജിബ് ഫീഹിൽ ഇദ്ഗാം, ഇതിൽ ഇദ്ഗാം നിർബന്ധമാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലഹമ്മത്തോ ഉണ്ടല്ലേ, ഈ തായിനെ ത്വായിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് പറയുക, ഓതണം. ഓക്കെ, അപ്പോൾ ഈ പാഠം ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇദ്ഗാമുൽ മുതഖാരിബൈൻ. എന്താണ് ഇദ്ഗാമുൽ മുതഖാരിബൈൻ? നോക്കാം. അൽ മുതഖാരിബാനി ഹുമൽ ഹറഫാനി തഖാറബ മഖ്റജൻ ഔ സിഫത്തൻ. മുതഖാരിബാനി എന്ന് പറഞ്ഞാൽ രണ്ട് ഹർഫുകളാണ്. ആ രണ്ട് ഹർഫുകളും മഖ്റജിൽ അല്ലെങ്കിൽ സിഫത്തിൽ അടുത്തടുത്ത് വരുന്നു. ഒരേ മഖ്റജോ ഒരേ സിഫത്തോ അല്ല, പക്ഷേ അടുത്തടുത്ത മഖ്റജാണ് അല്ലെങ്കിൽ അടുത്തടുത്ത സിഫത്താണ്. അങ്ങനെ ഉള്ള രണ്ടക്ഷരങ്ങൾ വന്നാൽ അവയെ ഇദ്ഗാം ചെയ്യണം. നോക്കി നോക്കാം. ഇവിടെ നോക്ക്, ലാമും റാവും. ഇവിടെ ബൽ റബ്ബുക്കും എന്ന് കണ്ടില്ലേ? ആദ്യം സാക്കിനായ ലാമും പിന്നെ ഹർക്കത്തുള്ള റാവും വന്ന് അതിന് രണ്ടിന് ഇദ്ഗാം ചെയ്തിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ലാമിൻ്റെ മഖ്റജും ഈ റാഇൻ്റെ മഖ്റജും അടുത്തടുത്താണ്. ഈ ഖാഫിൻ്റെ മഖ്റജും ഈ കാഫിൻ്റെ മഖ്റജും അടുത്തടുത്താണ്. ഖാഫിൻ്റെ മഖ്റജ് നാവിൻ്റെ അങ്ങേയറ്റാണ്. കാഫിൻ്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് താഴെയാണ്. നാവിൻ്റെ അങ്ങേയറ്റത്തിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് എന്ത് കാഫ് വരുന്നത്. ഇങ്ങനെയുള്ള രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ സാക്കിനായിട്ടും ഹർക്കത്തുള്ളതായിട്ടും വരുമ്പോൾ അതിനെ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ മഖ്റജിലും സിഫത്തിലും പിന്നെ അടുപ്പമുള്ള രണ്ട് അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യുന്നതിന് ഇദ്ഗാമുൽ മുതഖാരിബൈനി എന്ന് പറയുന്നു. ഇദാ കാനൽ ഹർഫുൽ അവ്വലു സാക്കിനും സാനി മുതഹരിക്കൻ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഒന്നാമത്തത് സാക്കിനും രണ്ടാമത്തത് മുതഹരിക്കുമാണെങ്കിൽ ഫയജിബു ഫീഹൽ ഇദ്ഗാം, അതിന് ഇദ്ഗാം നിർബന്ധമാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്താണ്? ബർ റബ്ബുക്കും.
ഒന്നാമത്തത് ലാമാണ്, രണ്ടാമത്തെ റാ ആണ്. രണ്ട് അക്ഷരത്തിൻ്റെയും മഖ്റജ് അടുത്തടുത്താണ്. അപ്പോൾ മുത്തഖാരിബാണ് അതിൻ്റെ ഉത്തരം. സംശയങ്ങൾ ഉണ്ട്, അതെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ, കമൻറ്റിലൂടെ അറിയിക്കണം. അടുത്തത് ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ എന്നുള്ളതാണ്. അതിന് ഉത്തരം റാ ഉൽ മുമാലയാണ്. ആ കാര്യം വരുന്ന പാഠം തെർക്കീഖു റാ എന്നുള്ള പാഠത്തിൽ 56-ാമത്തെ പേജ് 13-ാമത്തെ പാഠം. തെർക്കീഖ് റാ എന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് തെർക്കീഖ് നമ്മൾ പഠിക്കണം. തെർക്കീഖ് എന്ന് പറഞ്ഞാൽ ശബ്ദം നേർപ്പിച്ച് പറയുന്നതിന് തെർക്കീഖ് എന്ന് പറയും. ശബ്ദം കനപ്പിച്ച് വലിയ തൊള്ളയിൽ വലിയ വായിൽ പറയുന്നതിന് തഫ്ഖീം എന്ന് പറയും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ചെറിയ ശബ്ദം ലഘുവാക്കി നേർപ്പിച്ച് പറയുന്നതിന് തർക്കീഖ് എന്നും, വലിയ വായിൽ വലിയ ശബ്ദത്തിൽ ശബ്ദം കനപ്പിച്ച് പറയുന്നതിന് തഫ്ഖീം എന്നും പറയും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഓതുന്ന സമയത്ത്? ഉദാഹരണം, ഈ റാ നോക്കാം. ഈ റാ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇത് മലയാള അക്ഷരമാണ് കേട്ടോ. ഇത് റാ ആയിട്ടും പറയാം, ര ആയിട്ടും പറയാം. ഈ റാ ആക്കി പറയുന്നത് ശബ്ദം കനപ്പിച്ച് പറയുന്നതാണ്. ഇതേ അക്ഷരത്തെ ചില സമയങ്ങളിൽ ഖുർആനിൽ ഓതുമ്പോൾ ര ആക്കിയിട്ട് ഓതണം. അതിന് തർക്കീഖ് എന്ന് പറയും. ശബ്ദം നേർപ്പിച്ച് ഓതണം എന്ന് പറയും. ഇപ്പോൾ തഫ്ഖീം എന്ന് പറഞ്ഞാൽ ശബ്ദം കനപ്പിച്ച് ഓതാം. തർക്കീഖ് എന്ന് പറഞ്ഞാൽ ശബ്ദം നേർപ്പിച്ച് ഓതാം. ഇപ്പോൾ റായിൻ്റെ ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ് എന്താണ് തർക്കീഖ്, എന്താണ് തഫ്ഖീം എന്നുള്ള കാര്യം. ഓക്കെ, ഈ തർക്കീഖു റായിനെ നേർപ്പിച്ച് ഓതുന്ന ആ പാഠത്തിലാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ. ഈ ഒരു ആയത്ത് മാത്രം ഖുർആനിലുള്ളത്. റാ ഉൽ മുമാലത്ത് എന്നാണ് ഇതിനെ പറയുക. റായിനെ ചെരിച്ച് ഓതണം, രേ എന്നുള്ള സിഫത്തിൽ ഓതണം, ഇമാലത്ത് ചെയ്തിട്ട് ഓതണം. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ തർക്കീഖിൻ്റെ പാഠം നമുക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ തുടക്കം മുതലൊന്ന് നോക്കിക്കളയാം. 11-ാമത്തെ പാഠം മുതലാണ് തഫ്ഖീമും തർക്കീഖും തുടങ്ങുന്നത്. തഫ്ഖീം എന്ന് പറഞ്ഞാൽ എന്ത്? ചിലപ്പം ചോദ്യത്തിലൊക്കെ വരും, എന്താണ് തഫ്ഖീം? അതിൻ്റെ ഉത്തരം ഇതാണ്: തസ്മീൻ ഫി സൗത്തിൽ ഹർഫി ഇൻദ നുത്ഖ് ബിഹി. ഒരക്ഷരം മൊഴിയുന്ന സമയത്ത് ആ അക്ഷരത്തിൻ്റെ സൗണ്ടിൽ കനപ്പിച്ച് പറയലാണ്, തസ്മീൻ ചെയ്ത് പറയലാണ് തഫ്ഖീം. അങ്ങനെ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഫയംതലി ഉൽ ഫമു ബി, വായ നിറയെ ആ സൗണ്ട് ഉണ്ടാവും. തർക്കീഖ് എന്ന് പറഞ്ഞാൽ അത്തൻഹീലു ഫി സൗത്തിൽ ഹർഫി ഇൻദ നുത്ഖ് ബിഹി. ഒരക്ഷരം പറയുന്ന സമയത്ത്, അക്ഷരം മൊഴിയുന്ന സമയത്ത് അതിൻ്റെ സൗണ്ടിൽ നേർപ്പിക്കൽ ഉണ്ടാവും. അതിനാണ് തർക്കീഖ് എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പരമാവധി സിമ്പിളാക്കി പറയുന്നതാണ് കേട്ടോ. എന്തെങ്കിലും മനസ്സിലാകായ്മ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. ഇനി ഇവിടെ ഈ ഒരു പോയിന്റ് പ്രധാനമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. വലിയ ശബ്ദത്തിൽ പറയുന്ന അക്ഷരങ്ങൾ, അതായത് ഹുറൂഫ് മുഫഖമത്തുൻ ദായിമൻ, എപ്പോഴും തഫ്ഖീമായിട്ട് പറയുന്ന അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖാ, സ്വാദ്, ളാദ്, ഖൈന്, ത്വാ, ഖാഫ്, ളാ. ഇനി എപ്പോഴും തർക്കീക്കായിട്ട് പറയുന്ന അക്ഷരങ്ങൾ അതെത്രയാണ്? 19 ഹംസ, ബാ, താ, ഫാ, ജീം, ഹാ, ദാല്, ദാല്, സായ്, സീന്, ഷീന്, ഐന്, ഖാഫ്, കേഫ്, മീമ്, നൂന്, ഹ, വാവ്, യാ. അപ്പോൾ എപ്പോഴും തഫ്ഖീമാക്കി പറയുന്ന അക്ഷരങ്ങൾ 7. ഇനി ഇടയ്ക്കിടെ തഫ്ഖീമാക്കും, ഇടയ്ക്കിടെ തർക്കീക്കാക്കും. അങ്ങനെയുള്ള അക്ഷരങ്ങൾ അത് 3. റാ, ലാമുൽ ജലാല, അലിഫ്. ഓക്കെ, ഇത് ഇടയ്ക്കിടെ തഫ്ഖീമാവും. എല്ലാ സമയത്തും ഇത് തഫ്ഖീമായിരിക്കില്ല, ചില സമയങ്ങളിൽ മാത്രം തഫ്ഖീമാവും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ശേഷം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ എപ്പോഴും തഫ്ഖീമാക്കുന്ന അക്ഷരങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡാണിത്.
ഹുസ്സ ലഗത്തിൻ ഖിൽ. ഓക്കെ, ഇതൊക്കെ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങൾ വരുന്ന ഉദാഹരണങ്ങളാണ്. ഇത് തർക്കീക്കിൻ്റെ ഹർഫുകൾ വരുന്ന ഉദാഹരണങ്ങളാണ്. ഇനി ഇപ്പോൾ പാഠം 12 തഫ്ഹീം റാ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 സ്ഥലങ്ങളിലാണ് റായിനെ തഫ്ഹീമാക്കുന്നത്. ഒന്നാമത്തെ സ്ഥലം, ഈ റായിന് ഫത്ഹോ ലമ്മോ ഉണ്ടായാൽ ആ റായിനെ തഫ്ഹീം ചെയ്യണം. ഇതാ കാനത്തിൽ മഫ്തൂഹത്തൻ ഔ മദ്മൂമത്തൻ, റാ ഫത്ഹോ ലമ്മോ ചെയ്യപ്പെട്ടാൽ ആ റായിനെ തഫ്ഹീം ചെയ്യണം. രണ്ടാമത്തത്, ഇതാ കാനത്ത് സാക്കിനത്തൻ ബഅദ ഫത്ഹിൻ ഔ ലമ്മിൻ, ലമ്മിൻ്റെയോ ഫത്ഹിൻ്റെയോ ശേഷം റാ സാക്കിനായിട്ട് വന്നാൽ ആ റായിനെ തഫ്ഹീം ചെയ്യണം. അപ്പോൾ ഫഅസർന സാക്കിനായ റാ ഫത്ഹിൻ്റെ ശേഷമാണ് വന്നിട്ടുള്ളത്. ഇവിടെ സുർത്തും സാക്കിനായ റാ ലമ്മിൻ്റെ ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലത്ത് എന്താക്കണം? തഫ്ഹീം ചെയ്യണം. മൂന്നാമത്തത്, ഇതാ കാനത്ത് സാക്കിനത്തൻ വഖബലഹ കസ്റുൻ ആരിദ്, സാക്കിനായ റായിന് മുൻപ് ആരിലായ കസറുണ്ടാവുക. സാക്കിനായ റായിന് മുൻപ് ആരിലായ കസറുണ്ടാവുക. ആരിൽ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടായ കസർ. അത് അസ്ലിയല്ല, അത് യഥാർത്ഥമായിട്ടുള്ള കസറല്ല, ഒറിജിനൽ കസറല്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റാണ് ആ കസർ. അങ്ങനെയുള്ള കസറിന് ശേഷമാണ് സാക്കിനായ റാ വന്നതെങ്കിൽ അതിനെ തഫ്ഹീം ചെയ്യണം. ഇനി നാലാമത്തത്, ദക്കാനത്ത് സാക്കിനത്തൻ, റാ സാക്കിനായി വന്നാൽ, നോട്ടിലേക്ക് നോക്കാം, ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. റാ സാക്കിനായി വരികയും വഖബലഹ കസ്റുൻ അസ്ലിയുൻ, ഈ സാക്കിനായ റായിന് മുമ്പ് അസ്ലിയായ കസ്ർ വരികയും വബഅദഹ ഹർഫുൻ ഇസ്തിഅലാ, ഈ റായിന് ശേഷം ഇസ്തിഅലായിൻ്റെ ഒരക്ഷരം വരികയും ചെയ്താൽ ഈ റായിനെ തഫ്ഹീമാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. 5 ഇസ്തിഅലായിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖ, സ്വാദ്, വാദ്, ഐന്, വാ, ഖാഫ്, ലാ. 5ാമത്തെ കാര്യം, ഇതാ കാനത്ത് സാക്കിനത്തൻ ബിൽ വഖഫി, സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് റായിന് സുക്കൂനാവുക. ഇത് ഇവിടെ നോക്ക്, വൽ അസർ എന്നുള്ള ആയത്ത് നിർത്തുന്ന സമയത്ത് ഇവിടെ എന്താവും? സുക്കൂനാവും. വഖബലഹ ഹർഫുൻ സാക്കിനുൻ, അതിന് മുമ്പ് എന്താണ്? സുക്കൂനാണ്. ഗൈറുൽ യാഇ, യാ അല്ലാത്ത സുക്കൂനാണ്. യാ അല്ലാത്ത സുക്കൂൻ എന്ന് പറഞ്ഞാൽ ആ യാ എന്നുള്ള അക്ഷരം വരാതിരിക്കുക, സുക്കൂനായിട്ട്. വഖബലഹ ഫത്ഹൻ ഔ ലമ്മുൻ, ഈ അക്ഷരത്തിൽ ഈ സുക്കൂനിൻ്റെ മുമ്പ് ഫത്ഹോ അല്ലെങ്കിൽ ലമ്മോ ആവുക. അതിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു റാ വന്ന് അതിന് കസറാണ്, ആ വഖഫ് ചെയ്യുന്ന സമയത്ത് അത് സുക്കൂനാവും. ശരിക്കും അതിനെന്താണ്? കസറാണ്. വഖഫ് ചെയ്യുന്ന സമയത്ത് അതിന് സുക്കൂനാവും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ്? സുക്കൂനാണ്. ആ അക്ഷരം എന്തല്ല? യാ ആവാൻ പാടില്ല. യാ അല്ലാത്ത ഏതെങ്കിലും ഒരു അക്ഷരം വന്നു, അതിന് സുക്കൂനാവും. ഇനി അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് എന്താണ്? ഫത്ഹാണ് അല്ലെങ്കിൽ ലമ്മാണ്. അങ്ങനെയാണെങ്കിൽ ഈ റായിനെ തഫ്ഹീം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ടൈം എടുത്ത് വിശദീകരിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് സിമ്പിളായിട്ട് പിന്നെ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ തർക്കീക്ക് റാഗ്, അപ്പോൾ നേരത്തെ നമ്മൾ തഫ്ഹീം റാഗ് പഠിച്ചു. ഇവിടെ തർക്കീക്ക് റാഗ്, റായിനെ ലഘുവാക്കി പറയുന്നത് എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ്? 4 സ്ഥലങ്ങളിലാണ് റായിനെ നേർപ്പിച്ച് പറയേണ്ടത്, തർക്കീക്കാക്കി പറയേണ്ടത്. ഒന്നാമത്തത്, ഇതാ കാനത്ത് മക്സൂറ, റായിന് കസറാണെങ്കിൽ. മീൻ ഷെഡ്ഡി, കണ്ടാ ഇവിടെ റായിന് കസറാണ്, അപ്പോൾ ഷെഡ്ഡി എന്ന് പറയണം. ഒയ്റി എന്നല്ല, ഒയ്രി എന്ന് പറയണം. രണ്ടാമത്തെ എന്താണ്? ഏതവസ്ഥയിലാണ്?
ഇതാ കാനത്ത് സാക്കിനത്തുൻ വഖബ്ലഹ കസ്റുൻ നസ്രിയും വലൈസ ബഅദഹ ഹർഫുൽ ഇസ്തിഅലാ. റായിന് സുക്കൂനുണ്ട്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റുണ്ട്, എന്നാൽ അതിന് ശേഷം എന്തല്ല, ഇസ്തിഅലായിൻ്റെ അക്ഷരമല്ല. അങ്ങനെയാണെങ്കിൽ ആ റായിനെ തർക്കീക്കാക്കിയിട്ട് ഓതണം. ഇപ്പോൾ ഇവിടെ നോക്ക്, ഉദാഹരണം നോക്ക്, ഫിർഔനിൻ്റെ ഉദാഹരണം നോക്കാം. ഇവിടെ സാക്കിനായ റാ വന്നു, അതിന് മുമ്പ് അസ്ലിയായ കസർ വന്നു, അതിനുശേഷം വന്നത് ഐനാണ്. ഈ ഐൻ എന്നുള്ള അക്ഷരം ഇസ്തിഅലായിൻ്റെ അക്ഷരമല്ല. അതുകൊണ്ട് ഈ റായിനെ തർക്കീക്കാക്കിയിട്ട് ഓതണം. ഫിർഔൻ, ഫിർഔൻ എന്നല്ല, ഫിർഔൻ. ഓക്കെ. മൂന്നാമത്തെ അവസ്ഥ, ഇതാ കാനത്തി റാഉ സാക്കിനതൻ വഖബ്ലഹ യാഉൻ സാക്കിന. സാക്കിനായ റായിന് മുമ്പ് സാക്കിനായ യാ വന്നാൽ ഈ റായിനെ തർക്കീക്കാക്കിയിട്ട് ഓതണം. നാലാമത്തെ അവസ്ഥ, ഇതാ കാനത്തി റാഉ സാക്കിന. റാ സാക്കിനായിട്ട് വന്നു, വഖബ്ലഹ ഹർഫുൻ സാക്കിനൻ, അതിന് മുമ്പ് എന്തുണ്ട്, സാക്കിനായ വേറൊരു ഹർഫുണ്ട്. വൈറൽ യാ അല്ലാത്ത സാക്കിനായ വേറൊരു ഹർഫുണ്ട്. അതിൻ്റെ വഖബ്ലഹ കസ്റുൻ, അതിന് മുമ്പ് എന്താണ്, കസറാണ്. അപ്പോൾ നോക്കാം, ഉദാഹരണം നോക്കാം. റാ വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സുക്കൂനായിട്ട് വരും, സിഹിർ. ഈ സാക്കിനായ ഇവിടെ ഫത്താണ് നിങ്ങൾ കാണാം, പക്ഷെ നമ്മൾ വഖഫ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഖഫ് ചെയ്യുമ്പോൾ ഈ റായിന് സുക്കൂനാണ്, ഈ റായിന് മുമ്പ് യാ അല്ലാത്തൊരക്ഷരമാണ് വന്നിട്ടുള്ളത്, അതിന് സുക്കൂനാണ്, അതിന് മുമ്പ് കസർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ തർക്കീക്കാക്കി ഓതണം. അല്ലാഹു തആല നമ്മൾ പഠിക്കുന്നതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നമുക്ക് നൽകട്ടെ. ആമീൻ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അദർസു റാബിഅ അശർ, 11ാമത്തെ പാഠത്തിൽ ലാമുൽ ജലാല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചില സമയത്ത് ഇതിനെ തർക്കീക്കാക്കപ്പെടും, ചില സമയത്ത് ഇതിനെ തഫ്ഹീമാക്കും. എപ്പോഴൊക്കെയാണ്? അല്ലാമു ഫിൽ ലഫ്ലി ലഹ്, അള്ളാഹു എന്ന പദത്തിലെ ലാമ്, ഹിയ ലാമുൽ ജലാല, അതാണ് ലാമുൽ ജലാല. അള്ളാഹു എന്ന വേർഡിലെ ലാമിനാണ് ലാമുൽ ജലാല എന്ന് പറയുന്നത്. തുറക്കക്ക് ബഅദൽ കസരി, ഈ അള്ളാഹു എന്നതിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അതിനെ തർക്കീക്ക് ചെയ്യപ്പെടും. തുഫഖമു ബഅദൽ ഫത്ഹി ഔ ലമ്മി, ഈ അള്ളാഹു എന്ന പദത്തിൻ്റെ മുൻപ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ അള്ളാഹുവിനെ തഫ്ഹീമാക്കപ്പെടും. എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, ഓതുന്നത് നോക്കാം. ബഅദൽ ഫത്ഹി, ഫത്ഹിന് ശേഷം അള്ളാഹു എന്ന വാക്ക് വന്നാൽ തഫ്ഹീമാണ്. നോക്കുക, സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എന്നുള്ളത് തഫ്ഹീമാക്കിയിട്ടാണ് പറയുന്നത്. ബഅദൽ കസ്രി, കസ്റിന് ശേഷം വന്നാൽ തർക്കീക്കാണ്. ബിസ്മില്ലാഹ്, അവിടെ ല എന്നാണ് പറഞ്ഞത്. നേരത്തെ അള്ളാഹ് എന്ന് പറഞ്ഞു, ഇവിടെ ല എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹ്. ബഅദൽ ലമ്മി, ലമ്മിന് ശേഷം വന്നാൽ തഫ്ഹീമാണ്. ഖൈറുല്ലാഹ്. ഓക്കെ, ഈ പാഠത്തിൽ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഹോംവർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ ചേരുംപടി ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തജ്വീദിൽ ഏകദേശ പാഠങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷന് ഉത്തരം എഴുതലാണ്. മാഹിയ ലാമുൽ ജലാല, 58ാമത്തെ പേജ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ് ലാമുൽ ജലാല? 3 മാർക്കാണ്. അല്ലാമു ഫിൽ ലഫ്ലി അല്ലാഹ്, ഹിയ ലാമുൽ ജലാല, ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, മുഴുവൻ എഴുതാൻ കഴിയുന്ന ആളുകൾ മുഴുവൻ എഴുതാം. മിനിമം ഇത്രയെങ്കിലും നമ്മൾ എഴുതിയിരിക്കണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാ ഹുവ തഫ്ഹീം, എന്താണ് തഫ്ഹീം? 51ാമത്തെ പേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ എന്താണ്, തർക്കീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ. തഫ്ഹീം എന്ന് പറഞ്ഞാൽ അത്തസ്മീനു ഫി സൗത്തിൽ ഹർഫി ഇൻദ നത്ഖി ബിഹി ഫയംതലിഉ ഫമു. ഇതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ചോദ്യം, നക്തുബു ഇസ്നൈനി മിൻ അദാബി തിലാവത്തിൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളിൽ 2 എഴുതാനാണ് പറയുന്നത്. 1ാമത്തെ പാഠത്തിൽ ഒരുപാട് ആദാബുകൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ 2 എഴുതാൻ പറയുന്നത്. എളുപ്പമുള്ള ഒരു 3 നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. ഓരോന്നും അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. 1, ഇസ്തിഖ്ബാൽ ഖിബ്ല, ഖുർആൻ ഓതുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിടുക.
2 അസിവാക്ക്, പല്ല് തേക്കുക. ഖുർആൻ ഓതുന്നതിന് മുമ്പായിട്ട് പല്ല് തേക്കണം. 3 അത്തഹാറത്ത് ബദനി ലിബാസി വൽ മക്കാൻ. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മൾ ഓതുന്ന സ്ഥലവും വൃത്തിയുണ്ടായിരിക്കണം. 4 ലബുസു സൗബിൻ ജദീദ്, നല്ല പുതിയ വസ്ത്രം ധരിക്കുക. തതയ്യുബ്, അത്തർ സുഗന്ധം പൂശുക. അൽ ഇസ്തിആദ വൽ ബസ്മല, ബിസ്മിയും ഔദും ഒക്കെ ഓതാ. അൽ ഖുശൂ, ഭയഭക്തി ഉണ്ടാവുക. തഫക്കുർ ഫിൽ മആനി, അർത്ഥം ചിന്തിക്കുക. തർക്കുൽ കലാം, ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള വർത്തമാനങ്ങളിലൊന്നും പെടാതിരിക്കുക. ദുആഉ ബഅദൽ ഖിറാഅ, ഖിറാഅത്തിന് ശേഷം ദുആ ചെയ്യുക. ഖുർആൻ ഓതിയാൽ, അത് ഒരായത്ത് നമ്മൾ ഓതുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഓതിയതിന് ശേഷം നമ്മൾ എന്താക്കുക, അള്ളാഹിനോട് ദുആ ചെയ്താൽ നമ്മുടെ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അത് എഫക്റ്റീവായിട്ടുള്ളൊരു ദുആ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. തഹ്സീനുൽ ഖിറാഅ, നല്ല ഈണത്തിൽ നല്ല രീതിയിൽ തന്നെ ഖുർആൻ ഓതാൻ ശ്രമിക്കുക. അസ്സുജൂദു ഇൻദ ഖിറാഅത്തി ആയത്തിൽ സജദ, സജദയുടെ ആയത്ത് ഓതുന്ന സമയത്ത് സുജൂദ് ചെയ്യുക. ഇത്രയാണ് ആദാബ് തിലാവ. ഇതിൽ എളുപ്പമുള്ള ഒരു 4 എണ്ണം, ചെറിയൊരു 4 എണ്ണം എന്താ പഠിക്കുക. സിവാക്ക്, തതയ്യുബ്, ഖുശൂ, തർക്കുൽ കലാം, തഹ്സീനുൽ ഖിറാഅ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. സദഖല്ലാഹുൽ അലീം, ഇത് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഓതേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നക്തബ് ഇസ്നൈനി മീൻ അലാമാത്തിൽ കുബറ അഷറാത്തി സാഅ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ, വലിയ അടയാളങ്ങളിൽ 2 എണ്ണം എഴുതാമെന്ന് പറഞ്ഞു. അലാമത്തിൽ കുബറ എന്ന് പറഞ്ഞാൽ വലിയ അടയാളങ്ങൾ. അഷറാത്തി സാഅ, ഖിയാമത്ത് നാളിൻ്റെ. പേജ് നമ്പർ 22 ആ കാര്യം പറയുന്നത്. അഖീദയുടെ ഭാഗത്താണ്. അഷറാത്തു സാഅ എന്നുള്ള പാഠം നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ, അലാമത്ത് സുഗറയും അലാമത്തുൽ കുബറയും. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളും ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളും. അതാണ് ഒന്ന് അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് പോവാം. അലാമത്ത് സുഗറ, ചെറിയ അടയാളങ്ങൾ. മൗത്തുൽ ഉലമാ, പണ്ഡിതന്മാർ മരണപ്പെടും. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളമാണ് പണ്ഡിതന്മാരൊക്കെ തീർന്നു പോവാം, മരിച്ച് കഴിഞ്ഞു പോവാം. നല്ല പണ്ഡിതന്മാർ, യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അറിവിൽ മാത്രമല്ല, അറിഞ്ഞതുപോലെ പഠിച്ചതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഉലമാ എന്ന് പറയുക. അങ്ങനെയുള്ള ആളുകൾ, അതായത് നല്ല ആളുകളെ എന്താക്കുക, മരണപ്പെട്ടു പോവുക. കസറത്തു ജഹാല, അറിവില്ലായ്മ വർദ്ധിക്കുക, പൊട്ടത്തരം, ജഹാലത്ത്, വിവരദോഷങ്ങൾ, അതെന്താക്കുക, വർദ്ധിക്കുക. കസറത്തുൽ ഖത്ലി വശുർബിൽ ഖംറി, മദ്യപാനം അധികരിക്കുക. ഖത്ല്, കൊലപാതകം അധികരിക്കുക. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കുക. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അത് കൂടിക്കൊണ്ടിരിക്കും. ഇർതിഫാഉൽ അസ്വാത്ത് ഫിൽ മസാജിദ്, പള്ളികളിൽ അപശബ്ദങ്ങൾ ഉയരും. സാധാരണ രീതിയിൽ പള്ളിയിലെ ഖുർആനും അള്ളാഹുവിനെ കുറിച്ചിട്ടും സ്വർഗത്തിനെ കുറിച്ചിട്ടും നരകത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന സ്ഥലമാണ്, നിസ്കരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിന് പുറമെ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ചർച്ചകൾ, മറ്റുള്ള ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ശബ്ദങ്ങൾ, പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കഥകൾ, കാര്യങ്ങൾ, അങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ പള്ളികളിൽ ഉണ്ടാവാൻ തുടങ്ങും. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അലാമത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ ഏതൊക്കെയാണ്? ളുഹൂറു ഇമാമിൽ മഹദി ഇമാം വരും. ഖുറൂജു ദജ്ജാൽ എന്ന ആൾ വരും. നുസൂൽ ഈസ അലൈഹിസ്സലാം വഖത്തുൽ ദജ്ജാൽ, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി ദജ്ജാലിനെ വധിക്കും. ഖുറൂജു യഅജൂജ് വ മഅജൂജ്, യഅജൂജ് മഅജൂജ് എന്ന 2 തരത്തിലുള്ള മൃഗങ്ങൾ എന്താക്കും, പുറപ്പെടും. ളുഹൂർ ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടും. തുലൂഉ ശംസി മിനൽ മഗ്രിബി, പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കാൻ തുടങ്ങും. ളുഹൂറു ദുഖാൻ, പുകപടലം കാണാൻ തുടങ്ങും. ആകാശങ്ങളിൽ ഒരു തരത്തിലുള്ള പുക വെളിപ്പെടും. ഹദ്മുൽ കഅബ പൊളിക്കപ്പെടും. റഫുൽ ഖുർആൻ ഉയർത്തപ്പെടും. ഖുർആൻ നമുക്ക് ഓതാൻ പോലും കിട്ടാത്ത അവസ്ഥ വരും.
ഇനി അടുത്തത് സിഫാത്തുൽ ജന്ന, സ്വർഗത്തിൻ്റെ 2 സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ, ഗുണങ്ങൾ. അത് ഏതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പേജ് നമ്പർ 27 അത് പറയുന്നത്. ഇവിടെ ഒരു പദ്യമായിട്ടാണ് സ്വർഗത്തിനെ കുറിച്ചിട്ട് നരകത്തിനെ കുറിച്ചിട്ടൊരു പദ്യമുണ്ട്. ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഗുണങ്ങൾ, സ്വർഗത്തിലെ കാര്യങ്ങൾ, പ്രത്യേകതകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. പേജ് നമ്പർ 27. ബഅദൽ ഹിസാബി യദ്ഖുലു സാലിഹൂനൽ ജന്ന, വിചാരണയ്ക്ക് ശേഷം നല്ലവരായിട്ടുള്ള ആളുകൾ, സൽക്കർമ്മം ചെയ്തിട്ടുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മാ ഹിയൽ ജന്ന, എന്താണ് സ്വർഗം? അത് ആറഫ്, നമുക്കത് പഠിക്കാം. അൽ ജന്നത്തു ദാറുസ് സാലിഹീൻ, സൽക്കർമ്മം ചെയ്ത ആളുകളുടെ വീടാണ് സ്വർഗം. അർളുഹ കഅർളിസ്സമായി വൽ അർള്, ആകാശഭൂമികളുടെ എണ്ണമുണ്ട് അതിന്. ഫീഹ ഐനുൻ ജാരിയ, അതിന് ഒഴുകുന്ന നദിയുണ്ട്. യഹ്സുലൂന മാ യസ്തഹൂൻ, അതിൽ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. ഫീഹ ഹൂറുൽ ഐൻ, അതിൽ ഹൂറുൽ ഐനുകൾ ഉണ്ടാകും. യൽഖൗന അല്ലാഹു തആല, അവിടെ അല്ലാഹു തആലയെ നമുക്ക് കാണാൻ കഴിയും. മാ ഹിയൻ നാറുൽ ജഹന്നം, എന്താണ് നരകം? അന്നാറു മസ്വൽ കാഫിരീൻ, സത്യനിഷേധികളെ, അള്ളാഹുവിനെ നബിയെ നിഷേധിക്കുന്ന ആളുകളുടെ വാസസ്ഥലമാണ്, വീടാണ് നരകം. ഹറാറത്തുഹ അഷദ്ദു മിൻ ഹറാറത്തി ദുനിയ ബി 70 ളിഫ, ദുനിയാവിലെ ചൂടിൻ്റെ 70 ഇരട്ടി ചൂട് അവിടെ ഉണ്ടാകും. അൽ അദാബു ഫിഹ ബി ഖദ്രിൽ മആസി, തെറ്റുകുറ്റങ്ങളുടെ കണക്ക് അനുസരിച്ചിട്ട് അവിടെ ശിക്ഷയുണ്ടാകും. അപ്പോൾ സ്വർഗത്തിൻ്റെ സിഫത്തുകളിൽ 2 ഇതിലേതെങ്കിലും 2 എന്താക്കാം, ഇവിടെ എഴുതാം. നരകത്തിൻ്റെയാണ് ചോദിച്ചതെങ്കിൽ ഇതിലേതെങ്കിലും 2 എഴുതാം. നുലാഹിദു വനസിൽ ഒരു മാച്ചിങ് ആണ്, വായിച്ച് നോക്കിയിട്ട് മാച്ച് ചെയ്യാം. അന്നാസു ഹഫാദുൻ ഉറാത്തുൻ, ജനങ്ങൾ വിവസ്ത്രരായിട്ടുള്ള നഗ്നപാതരായിട്ടാണ് ജനങ്ങൾ ഉണ്ടാവുക. എവിടെയാണത്? ഫിൽ മഹ്ശറ, മഹ്ശറയിലാണ്. അത് ഏത് പാഠത്തിലാണ്? പേജ് നമ്പർ 24 അക്കീദയിലാണ്, മഹ്ശറ എന്ന പാഠത്തിൽ. ആ പാഠം എന്നൊക്കെ വായിച്ചു നോക്കാം. അൽ മഹ്ശറ, മഹ്ശറ. അശംസു അക്രബു മിൻ റൂസ്, തലയുടെ തൊട്ടരികിൽ സൂര്യനുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത ചൂടും ദാഹവും. ജനങ്ങളാണെങ്കിൽ വിവസ്ത്രരായിരിക്കും, നഗ്നരായിരിക്കും, ഒരു ഉടുപ്പുമിടാത്ത അവസ്ഥയിലായിരിക്കും. കുല്ലുഹും യന്തളിറൂനൽ ഹിസാബ്, എല്ലാവരും വിചാരണയെ കാത്തു കിടക്കുകയാണ്. അള്ളാഹു എപ്പോഴാണ് നമ്മളെ വിചാരണ ചെയ്യുക? ഈ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവുക. അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വിചാരണയും കാത്തിട്ട്. വഹും യത്ലുബൂന ഷഫാഅ മിൻ ആദം അലൈഹിസ്സലാം, ഈ ജനങ്ങളൊക്കെ എന്ത് ചെയ്യും? ആദം അലൈഹിസ്സലാമിനോട് ഷഫാഅത്ത്, ഹെൽപ്പ് ചോദിക്കും, ഷഫാഅത്ത് ശുപാർശ ചോദിക്കും. സുമ്മ മിൻ നൂഹിൻ, അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താക്കും? അവരെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും, മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും, ഈസ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും. ഇവരോടൊക്കെ ജനങ്ങൾ എന്താക്കും? ഷഫാഅത്തിനെ തേടും, സഹായം തേടും. വലാകിന്നഹും യഖൂലൂൻ, പക്ഷേ ഈ പ്രവാചകന്മാരൊക്കെ പറയും, ലസ്ന ബി മുസ്തഹിഖീന ബിഹ, ഞങ്ങളതിന് അർഹരല്ല, ഞങ്ങൾക്കതിന് കഴിയൂല, ഞങ്ങൾ അതിൻ്റെ ആളുകളല്ല. ഫയന്തമുന്നാസു, ജനങ്ങൾ ദുഃഖിക്കും. വയദ്ഹബൂന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെല്ലും. ലി ഷഫാഅത്തി, ഷഫാഅത്തിനായിട്ട്. ഫയസ്ജുദു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആ മഹ്ശറയുടെ ആ ഭൂമിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യും. വയദുഅല്ലാഹ തആല, അള്ളാഹുവിനോട് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യും. ഫയഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല, പരിശുദ്ധനായ അള്ളാഹു തആല പറയും, സെൽ തുഅത വഷ്ഫഅ തുശഫഅ, നിങ്ങൾ ചോദിച്ചോ നിങ്ങൾക്ക് നൽകപ്പെടും, നിങ്ങൾ ശുപാർശ ചെയ്തോ ആ ശുപാർശ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഫയഷ്ഫഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും. വയുബ്ദഉൽ ബിഹിസാബ്, അങ്ങനെ ഷഫാഅത്ത് ചെയ്തപ്പോൾ ഹിസാബ് തുടങ്ങും. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ തുടങ്ങും. വൈസമ്മ ഹാദിഹി, ഇക്കാര്യത്തിനാണ്, ഈ സംഭവത്തിനാണ് അഷ്ഷഫാഅത്തുൽ ഉലമ, ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഈ പാട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ. അന്നാസു ഹഫാത്തിൻ ഉറാത്ത്, ജനങ്ങൾ നഗ്നരായിരിക്കും. അത് എവിടെയാണ്? ഫിൽ മഹ്ശറ, മഹ്ശറയിലാണ്. 2 അൽ ജസാ, പ്രതിഫലം, പ്രതിഫലം, കൂലി. അതെന്താണ്? മിൻ ഫളിലില്ല, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അത് പേജ് നമ്പർ 30 നമുക്ക് പഠിക്കാൻ കഴിയും. പേജ് നമ്പർ 30
അൽ ഈമാനു ബിൽ ഖദർ, ഒരുപാടുണ്ട്. കുല്ലുമാ യഹ്ദുസ് ഫിൽ ആലമി ഖൈറുഹ വശറുഹ മഖ്ലൂഖുല്ലാഹി തആല ഹസബ ഇറാദതിഹി വ ഖുദ്റതിഹി. ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ നന്മതിന്മകളും അള്ളാഹുവിൻ്റെ പടപ്പാണ്, അള്ളാഹു ഉണ്ടാക്കിയതാണ്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതാണ്. തജ്രീൽ അഅ്മാലിൽ ഇൻസാൻ കുല്ലഹ ബിഖളാഇഹി. മനുഷ്യന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ ഖളാ അനുസരിച്ചിട്ടാണ്. വയഉത്തില്ലാഹു തആല ഖുദ്റത അലാ ഫഇലിഹ. ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല നമുക്ക് നൽകുന്നു. വയംനഹുല്ലാഹു ഇൻസാന ഹുജ്ജത ലിൽ ഇഖ്തിയാർ. മനുഷ്യന് സ്വന്തമായിട്ട് ചെയ്യാനുള്ള അയ്യൊരു ശക്തിയും അയ്യൊരു കഴിവും അള്ളാഹു തആല കൊടുക്കുന്നു. സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാനുള്ള ഓപ്ഷന് അള്ളാഹു തആല മനുഷ്യന് കൊടുക്കുന്നുണ്ട്. അതിനുള്ള കഴിവ് മനുഷ്യന് കൊടുക്കുന്നുണ്ട്. ഫഇദാ ഇഖ്താറൽ ഖൈറ, മനുഷ്യന് നല്ലത് തിരഞ്ഞെടുത്ത ഫഅല്ലാഹുല്ലാഹ് വയുജ്സി ബിഹി. അള്ളാഹു തആല അവനെ തൃപ്തിപ്പെടുകയും അവന് പ്രതിഫലം നൽകുകയും ചെയ്യും. വഹാദാ മിൻ ഫദ്ലി, ഇതവൻ്റെ ഔദാര്യമാണ്. അള്ളാഹു തആല ഒരാൾ നന്മ ചെയ്താൽ അയാൾക്ക് കൂലി കൊടുക്കുന്നത് അള്ളാഹുക്ക് നിർബന്ധമുള്ള കാര്യമല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് കൊടുക്കുകയാണ്. വന്നി ഖിതാർ ഷർറ, ഇനി ആ മനുഷ്യന് ഷെറിനെ ചീത്തയെ തിരഞ്ഞെടുത്താൽ ലാ യകൂനു ഫീഹി റിളല്ലാ, അതിൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാവില്ല. വയാഖബു അലൈഹി, അവൻ അള്ളാഹു തആല ശിക്ഷിക്കും. വയഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഹാദാ മിൻ അദ്ലിഹി, ഇതാണ് അവൻ്റെ നീതി. അല്ലാഹുമ്മ ഇജ്അൽനാ മിനസ് സാലിഹീൻ, അള്ളാഹു നമ്മളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇവിടെയാണ് ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. ചോദ്യം എന്താണ്? അൽ ജസാ, പ്രതിഫലം. മിൻ ഫളിലില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. യുജ്സാ ബിഹി, അള്ളാഹു പ്രതിഫലം നൽകും. ഹാദാ മിൻ ഫളിലിഹി, അത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇനി ഇപ്പുറത്ത് പേജിന് തൊട്ട് ഇപ്പുറത്ത് ഒരുപാട് ചേരുമ്പടി കാണുന്നുണ്ട്. ഇത് നമ്മളൊന്നും വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഹൗലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗല് ഏതാ? കൗസർ കേട്ടോ, കൗസറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൗല്. 2 അസ്സിറാത്ത്, സിറാത്തിനോട് യോജിക്കുന്നത് ഏതാ? ജിസ്റുൻ ഫൗക്കന്നാർ, നരകത്തിൻ്റെ മുകളിലൂടെയുള്ള പാലമാണ് സിറാത്ത്. 3 യസീറു സാലിഹൂൻ, സാലിഹീങ്ങൾ സഞ്ചരിക്കും. സൈറൽ ബർഖി, മിന്നൽ വേഗത്തിൽ എന്താക്കും? സഞ്ചരിക്കും. ഈ സിറാത്ത് പാലത്തിലൂടെ നല്ല ആളുകൾ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുമെന്ന്. 4 കുല്ലുമാ യഹ്ദുസ് ഫിൽ ആലം, ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? 4 ഹസബ ഖൽഖില്ലാഹി വ ഇറാദതിഹി, അള്ളാഹു തആലയുടെ ഇറാദത്തനുസരിച്ചാണ്, അള്ളാഹു തആല ഉദ്ദേശിച്ചതനുസരിച്ചാണ്. പിന്നെ 5 അൽ ജസാ, പ്രതിഫലം. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടാളോ മിൻ ഫളിലില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. 6 മാ ഉൽ കൗസർ, കൗസർ എന്ന വെള്ളം അതേതാണ്? അഹ്ലാ മിനൽ അസ്ലി, ഹൗലുൽ കൗസറിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. മാവുൽ കൗസർ എന്ന് പറഞ്ഞാൽ നേരത്തെ അതിനെ കുറിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞു. ഇത് രണ്ടാമത്തതാണ്. മാ ഉൽ കൗസർ, ഹൗലുൽ കൗസറിൻ്റെ വെള്ളം എങ്ങനെയുള്ളതാണ്? അഹ്ല മിനൽ അസ്ലി, തേനിനേക്കാൾ മധുരമുള്ളതാണ്. 7 അൽ ജന്ന, സ്വർഗം. ഏതാണ്? ദാറുസ് സാലിഹീൻ, സൽക്കർമ്മം ചെയ്യുന്ന ആളുകളുടെ വീടാണ്. 8 അന്നാസു ഹെഫാത്തുൻ ഒറാത്തുൻ, അത് നമ്മൾ ചോദ്യത്തിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 8 ഫിൽ മാഷറ, ജനങ്ങൾ മാഷറയിൽ നഗ്നരായിരിക്കും. 9 ഖുറൂജു ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടും. 9 അത് മിൻ അശ്റാത്തി ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. 10 ഖുത്ബത്തുൽ ജുമുഅത്തി ഫിൽ മലയാളം, മലയാളം ഭാഷയിൽ ജുമയുടെ ഖുത്ബ നിർവഹിക്കുക. അതേതാണ്? ബിദ്അത്തു സയ്യ, ചീത്ത കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. അൽ ജസാഉ മിൻ ഫളിലില്ലാ, അസ്സിറാത്ത് ജിസ്റുൻ മിൻ ഫൗക്കിന്നാർ, ഖുത്ബത്തു ജുമുഅ ഫിൽ മലയാളം, മലയാളത്തിൽ ഖുത്ബ പറയൽ ബിദ്അത്തു സയ്യ. ഇനി നക്തുബുൽ അദദാദ്, ഓപ്പോസിറ്റ് എഴുതാം. പേജ് നമ്പർ 10 ആ പാഠത്തു നിന്ന് 2 ഉദാഹരണം എടുത്തിട്ട് എഴുതിയതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാം.
ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. കിതം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളത് എന്നർത്ഥം. അപ്പോൾ അത് നേരെ എന്താ പിന്നെ ഓപ്പോസിറ്റ് എന്താണ്? പുതുതായിട്ട് ഉണ്ടായ കാര്യങ്ങൾ. ഇപ്പോൾ കിതം ഹദൂസ്. അസം എന്ന് പറഞ്ഞാൽ ചെവിട് കേൾക്കാത്ത ആൾ, കാത് കേൾക്കാത്ത ആൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അസ്മ, കേൾക്കുന്ന ആൾ. കൗനുഹു സെമിയാൻ കൗനുഹു അസമ്മ, ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നതദക്കറു വനുക്മിലു, ഓർമ്മിച്ച് പൂരിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇത് അക്കീദയിലെ ഒരു ഭാഗമാണ്, പേജ് നമ്പർ 18 വരുന്നത്. ഈ പാഠം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ട്. ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ കഥ മൊത്തത്തിൽ പറയാം. പാഠം 7, ഹയാത്തുൽ ഖബർ, ഖബർ ജീവിതം. മാത്ത ജദ്ദു സൽമാൻ, സൽമാൻ്റെ വല്യപ്പ മരണപ്പെട്ടു. ഇത്തബ ജനാസ ജദ്ദിഹി വസല്ല അലൈഹി വസാറ ഖബറുഹു വഷാഹദ കൈഫ യുദ്ഫനുൽ മയ്യത്ത് ദുആഇ റജഅ ഇല ബൈത്തി ഫസലൽ ഉമ്മ. അങ്ങനെ ജനാസയെ പിന്തുടർന്നു, അതിനുവേണ്ടി നിസ്കരിച്ചു, ഖബർ സന്ദർശിച്ചു, ഖബറിൽ എങ്ങനെയാണ് മറവാടുന്നതെന്ന് കണ്ടു. അതിനുശേഷം ദുആ ചെയ്തു. അങ്ങനെ ദുആക്കൊക്കെ ശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി. ഫസഅലൽ ഉമ്മ, ഉമ്മയോട് ചോദിച്ചു. സൽമാൻ ചോദിക്കുകയാണ്, ഉമ്മ മാതാ യഹദുസുലി ജദ്ദിന ഫി ഖബരിഹി, നമ്മുടെ വല്യുപ്പാക്ക് ഖബറിൽ എന്താണ് സംഭവിക്കുക? ഉമ്മ പറയാണ്, ഉമ്മ യജിഉ ഇലൈഹി മലക്കാനി വയസ് അലാനി, 2 മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കും. സൽമാൻ ചോദിക്കുകയാണ്, അൻ അയ്യ ഷെയ്, എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണ് അവർ ചോദിക്കുക? ഉമ്മ പറയും, അൻ റബ്ബിഹി വൻ ദീനിഹി വൻ നബിയിഹി, റബ്ബിനെ കുറിച്ചിട്ടും ദീനിനെ കുറിച്ചിട്ടും നബിയെ കുറിച്ചിട്ടും ചോദിക്കും. ഇതൊക്കെ പോയിൻ്റാണ്. ഏത് കാര്യത്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കാമെന്ന് ചോദിക്കുമ്പോൾ റബ്ബിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, നബീനെ കുറിച്ച് ചോദിക്കുമെന്ന് ഉത്തരം എഴുതണം. ഫഇന്ന ജദ്ദന കാന സ്വാലിഹ, നമ്മുടെ ജദ്, നമ്മുടെ വല്യപ്പ നല്ല ആളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വഹുവ യുജീബു, അദ്ദേഹം ഉത്തരം നൽകും. അല്ലാഹു റബ്ബി വൽ ഇസ്ലാമു ദീനി വ മുഹമ്മദ് നബിയി, ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നല്ല ആളുകൾ ഖബറിൽ എന്താണ് ഉത്തരം നൽകുക എന്ന് ചോദിച്ചാൽ, നല്ല ആളുകൾ ഖബറിൽ നൽകുന്ന ഉത്തരമാണ് അല്ലാഹു റബ്ബി, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, വൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എൻ്റെ മതം, വ മുഹമ്മദ് നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എൻ്റെ നബി എന്ന് മറുപടി നൽകും. സൽമാൻ ചോദിക്കുകയാണ്, സുമ്മ മാതാ യഹ്ദസ്, പിന്നെന്താ സംഭവിക്കുക? ഉമ്മ പറയാണ്, യുഫ്തഹു ഇല ഖബ്രിഹി ബാബ് മിനൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും ആ ഖബറിലേക്ക്. യുഫ്സഹു ഖബ്റുഹു, അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കപ്പെടും. അയുഅ്തലഹു നഈമുൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം അദ്ദേഹത്തിന് നൽകപ്പെടും. സ്വർഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നൽകപ്പെടും. സൽമാൻ ചോദിക്കുകയാണ്, വൈൻ കാനത്തുൽ മയ്യത്ത് മുസിഅ, ചീത്ത മയ്യത്താണെങ്കിൽ എന്താ സംഭവിക്കുക? ഉമ്മ പറയാണ്, ഫലാ യഖ്ദുറു അലൽ ഇജാബ, ചീത്ത മയ്യത്താണെങ്കിൽ ആ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. വയഖൂലു, എന്താണ് അവന് പറയാ? ഉത്തരം പറയുന്നതിന് പകരം അവൻ പറയും, ലാ അദ്രി, എനിക്കറിയില്ല, എന്ന് അട്ടസിക്കും. യുഫ്തഹു ഇല ഖബ്രിഹി ബാബ് മിനന്നാർ, അങ്ങനെ ചീത്ത മയ്യത്തിൻ്റെ ഖബറിലേക്ക് നരകത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. വയുളയ്യഖു ഖബ്റുഹു, അവനെ ഖബർ ഇടുക്കപ്പെടും, ഇടുങ്ങിയതാവും. അഅദബു ഫീഹി, ഖബറിൽ വെച്ച് തന്നെ അവനെ ശിക്ഷിക്കും. അപ്പോൾ സൽമാൻ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ജഅൽ ഖുബൂറനാ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. ഈ ഒരു ദുആ പഠിച്ചു വെക്കണം, ഇത് ചിലപ്പം പൂരിപ്പിക്കാനൊക്കെ വരും. അല്ലാഹുമ്മ ജഅൽ ഖുബൂറനാ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന, അല്ലാഹുവേ ഞങ്ങളുടെ ഖബറുകളെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽപ്പെട്ടൊരു പൂന്തോപ്പാക്കി മാറ്റി തരണമേ. ഇവിടെ ഒരു പോയിൻ്റ് പഠിക്കാനുണ്ട്, വെള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. തംതദ്ദു ഹയാത്തുൽ ഖബരി ഇലാ യൗമിൽ ഖിയാമ, ഖബർ ജീവിതം ഖിയാമത്ത് നാൾ വരെ നീളും. അതാണ് കേട്ടോ അവിടെ ചോദ്യത്തിൽ വന്നത്. തംതദ്ദുൽ ഹയാത്തുൽ ഖബരി ഇലാ യൗമിൽ ഖിയാമ. തുസമ്മ മർഹലത്തു ബൈനൽ മൗത്തി വൽ ബഅസ്, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഖബറിൽ ജീവിക്കുന്നതിന് ആ ഒരു അവസ്ഥക്ക് എന്ത് പേര് പറയും? അൽ ബർസഖു, ബർസഖ് എന്ന പേര് പറയും. ഇത് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടായിട്ട് ഓർമ്മയുണ്ട്, ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മർഹലത്തു ബൈനൽ മൗത്തി വൽ ബഅസി, മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ഇടയിലുള്ള ജീവിതത്തിനാണ് ബർസഖ് എന്ന് പറയുക. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പൂരിപ്പിക്കുന്നതിൽ രണ്ടാമത്തത്, അഹ്ല മിനൽ അസ്ൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. പേജ് നമ്പർ 29 ഹൗദുൽ കൗസറിനെ കുറിച്ചിട്ട് പറയുന്ന ഭാഗമാണ്. ഹൗദുൽ കൗസറിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്.
ഷറാബുൽ മുഅ്മിനീൻ, പാഠത്തിൻ്റെ പേര്. മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ പാനീയം. ലിക്കുല്ലി, ഈ പാഠം നോക്കാം. ലിക്കുല്ലി നബിയിൻ ഹൗലുൻ ഫിൽ മഹ്ശർ. മഹ്ശറയിൽ ഓരോ നബിക്കും ഓരോ ഹൗലുണ്ട്, ഓരോ തടാകമുണ്ട്. ഹൗലു നബീന ഹൗലുൽ കൗസർ, നമ്മുടെ നബിയുടെ ഹൗലാണിത്, ഹൗലുൽ കൗസർ. ഹൗലുൽ കൗസർ ആരുടേതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗലാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹൗലുൻ കബീറുൻ വാസിഉൻ, അത് വളരെ വലുതും വിശാലതുമാണ്. മാഉഹു അബിയദു മിനൽ ലബൻ, പാലിനേക്കാൾ തെളിമയുള്ളതാണ്. അഹ്ല മിനൽ അസ്ലി, തേനിനേക്കാൾ മധുരമുള്ളതാണ്. റീഹുഹു അത്യബു മിനൽ മിസ്കി, മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതാണ് അതിൻ്റെ മണം. ആനിയതുഹു കഅദദിൻ നുജൂം, നക്ഷത്രങ്ങളെപ്പോൾ എണ്ണമുണ്ട് അതിലെ പാത്രങ്ങൾക്ക്. ലാ യൽമഉ ശാരിബു ബഅദ്, അത് കുടിച്ച ആളുകൾക്ക് പിന്നീട് ദാഹിക്കുകയില്ല. ഇത് ഹൗലുൽ കൗസറിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഇനി സിറാത്ത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അല്ലാഹു തആല മഹ്ശറയിൽ നരകത്തിൻ്റെ മുകളിൽ കൂടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു പാലാണ്. ആ പാലത്തിൽ കൂടെ നമ്മളെ യാത്രയാക്കും. അപ്പം നല്ല ആളുകൾ പെട്ടെന്ന് അപ്പുറത്തെത്തും, ചീത്ത ആളുകൾ നരകത്തിലേക്ക് മറിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ജിസ്റുൻ വലഅഹുല്ലാഹു ഫൗഖന്നാർ ജഹന്നം, നരകത്തിന് മുകളിൽ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ള പാലമാണത്. അഹദ്ദു മിനസ്സൈഫ്, അതിൻ്റെ മൂർച്ച വാളിനേക്കാൾ മൂർച്ച ഉള്ളതാണത്. അദക്കു മിന ഷഅർ, മുടിയേക്കാൾ നേരിയതുമാണത്. അസ്വദ് മിൻ ളുൽമത്തിൽ ലൈൽ, അതിൻ്റെ നിറമെന്ന് പറഞ്ഞാൽ കൂരിരുട്ടുള്ള രാത്രിയുടെ ഇരുട്ടിനേക്കാൾ ഇരുട്ടുള്ളതാണ്. യസീറു സാലിഹുന സീറൽ ബർഖി, മിന്നൽ വേഗത്തിൽ നല്ല ആളുകൾ അതിലൂടെ പോകും. യഹ്ബിത്തുൽ ഫാസിഖുന മിൻഹുൽ ഫിന്നാർ, ചീത്ത ആളുകൾ, തെമ്മാടികളായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് നരകത്തിലേക്ക് പതിക്കും. ഇന്ന അഴുത്തൈനാക്കൽ കൗസർ, ഇത് ഹൗലുൽ കൗസറിനെ കുറിച്ചിട്ടുള്ള ആയത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നുമയ്യിസു വനക്തുബ്, ഇവിടെ 4 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. തഫ്ഹീമും തർക്കീക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ തെർമീഹിം, ഇവിടെ റാ അല്ലേ, റാ തഫ്ഹീമാണോ തർക്കീക്കാണോ? ഫദക്കിർ, ഇവിടെ റാ തഫ്ഹീമാണോ തർക്കീക്കാണോ? റഹീം, ഇവിടെ റാ തഫ്ഹീമാണോ തർക്കീക്കാണോ? റിദ്വാൻ, ഇവിടെ റാ തഫ്ഹീമാണോ തർക്കീക്കാണോ? അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് മനസ്സിലാക്കുക. തർമീഹിം തഫ്ഹീമാണ്, കാരണം അതിലെ റാ സാക്കിനാണ്, അതിന് മുമ്പ് ഫത്ഹാണ്. അത് നമ്മളിവിടെ പഠിച്ചു, രണ്ടാമത്തെ കാര്യം. അത് റാ സാക്കിനാവുകയും അതിന് മുമ്പ് ഫത്ഹോ ദമ്മ വരികയും ചെയ്താൽ അതെന്താണ്? തഫ്ഹീമാണെന്ന് പഠിച്ചു. റഹീം എന്നുള്ളത് തഫ്ഹീമാണ്, കാരണം എന്താണ്? ആ റാ ഫത്ഹാണ്. ഇവിടെ പറയുന്നുണ്ട് റാ ഫത്ഹോ ദമ്മ ആണെങ്കിൽ അതെന്താണ്? തഫ്ഹീമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഫദക്കിർ എന്നുള്ളത് അത് തർക്കീക്കാണ്. കാരണം എന്താണ്? കാരണം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, തർക്കീക്കിൻ്റെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം. ഇതാ കാന സാക്കിന, റാ സാക്കിനാവുകയും, നോക്കിയൊക്കെ റാ ഇവിടെ സാക്കിനാണ്. ആ കബലഹ കസറുൻ, അതിന് മുമ്പ് കസറാണ്. അസ്ലിയുൻ, അസ്ലിയായിട്ട് ശരിക്കുള്ള കസറാണ്. വലൈസ ബഅദ, അതിന് ശേഷം എന്തില്ല? ഹർഫുൽ ഇസ്തിഗ്ലാലിൻ്റെ ഹർഫില്ല. അപ്പോൾ അതെന്താണ്? തർക്കീക്കാണ്. ഇനി റിദ്വാൻ തർക്കീക്കാണ്. എന്തുകൊണ്ടാണ്? അത് ഒന്നാമത്തെ കാര്യം, അത് കസറുള്ളത് കൊണ്ടാണ്. അതിന് കസർ വന്നതുകൊണ്ട് അത് തർക്കീക്കാണ്. അപ്പോൾ ചോദ്യത്തിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് കൺഫ്യൂഷനുള്ള ഭാഗങ്ങളിൽ നിന്ന് ആ ചോദ്യം വന്നിട്ടില്ല കസർ. അപ്പോൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് നുറാജിഉ വനക്തുബു, ഉത്തരം എഴുതാനാണ് കേട്ടോ പറയുന്നത്. മാ ഹുവൽ ബഹ്സ്, എന്താണ് ബഹ്സ്? പേജ് നമ്പർ 20 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പാഠം നമുക്കൊന്ന് നോക്കാം. യൗമുൽ ഖിയാമ, അന്ത്യം ദിനം, ഖിയാമത്ത് നാൾ. യൗമുൻ യമൂത്ത് ഫീഹിൽ ഇൻസാൻ കുല്ലുഹും, ആ ദിവസം എല്ലാവരും മരണപ്പെടും. യമൂത്തുൽ ഹയവാനാത്ത് കുല്ലുഹ, എല്ലാ ജീവികളും മരണപ്പെടും. യഹ്ലിക്കുൽ അഷ്ജാറു വസിമാർ വൽ ജിബാൽ, മരങ്ങളും പഴങ്ങളും പർവ്വതങ്ങളും ഒക്കെ നശിക്കും. അൽ അർളു വസ്സമു വമാ ബൈനഹ മിൻ ഖൽഖില്ലാഹി തആല, ഭൂമിയും ആകാശവും അതിനിടയിലൊക്കെ കുല്ലുഹ ഹാലിക്കുൻ ഇല്ലാ വജ്ഹ, അല്ലാഹു അല്ലാത്ത എല്ലാം ഉണ്ടാക്കും, നശിച്ച്
പൊടിയാവും. ഇതാ നഫഖ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിയാൽ ഫിസ്സൂരി നഫഖത്തുൽ ഊല, സൂരിൽ ഒന്നാമത്തെ ഊത്ത് ഊതിയാൽ യഹ്ലികു ദുനിയ കുല്ലുഹാ, ദുനിയാവിലുള്ള എല്ലാം നശിക്കും. ഇതൊന്നും മനസ്സിലാക്കിക്കാം. ഇതാ നഫഖ ഇസ്രാഫീലു അലൈഹിസ്സലാം ഫിസ്സൂരി നഫഖത്തുൽ ഊല യഹ്ലികു ദുനിയ കുല്ലുഹാ. നഫഖത്തുൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഊത്ത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്ത് ഊതിയാൽ ദുനിയാവിലുള്ള മുഴുവൻ എന്താക്കും? നശിക്കും. വഇദാ നഫഖ മറത്തൻ സാനിയ, രണ്ടാമത് ഊതിയാൽ യഹ്യ കുല്ല മാ ഫി ദുനിയ മിനൽ അവ്വലി ഇലൽ ആഖിരി, ലോകാരംഭം മുതൽ അവസാനം വരെയുള്ള ദുനിയാവിലുള്ള എല്ലാം എന്താക്കും? ജീവൻ വെച്ച് വരും. വയജ്മഊന ഫിൽ മഹ്ശറ, മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. ഹാദാ ഹുവൽ ബഅസ്, ഇതാണ് പുനർജന്മം. നമ്മുടെ ചോദ്യം ഇതാണ്. ഇവിടെ അക്ഷരത്തെറ്റുണ്ട്, ബഅസ് ആണ്. അപ്പോൾ മാ ഹുവൽ ബഅസ്, പുനർജന്മം എന്താണ് എന്നുള്ളത് എവിടെ നിന്ന് മുതലാണ് ഇത് എഴുതേണ്ടത്? ഇദാ നഫഖ മറത്ത് സാനിയ, ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതിയാൽ യഹ്യ കുല്ലു മാ ഫി ദുനിയ ഫിൽ മിനൽ അവ്വലി, അപ്പോൾ ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ജീവൻ വെച്ചിട്ട് വരും. ഇജ്മാഅന ഫിൽ മഹ്ശറ, മഹ്ശറ ഒരുമിച്ച് കൂടും. ഹാദാ ഹുവൽ ബഅസ്, ഇതിനാണ് ബഅസ് എന്ന് പറയുന്നത്, പുനർജന്മം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ലിമ അൻസലല്ലാഹു കുതുബ വഅർസല റുസുല, അല്ലാഹു തആല ഗ്രന്ഥങ്ങളെ കിതാബുകൾ ഇറക്കി പ്രവാചകന്മാരെ അയച്ചു. എന്തിന്? ലിമ, എന്തിന് വേണ്ടിയിട്ട് അയച്ചു? ലിമ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് അയച്ചു? എന്ത്, വൈ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ലിമ യൂസ് ചെയ്യുന്നത്. പേജ് നമ്പർ 14 അൽ കുത്തുബു വ റുസുലു എന്ന പാഠത്തിലാണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. നോക്കാം നമുക്ക്. അൻസലല്ലാഹു, അല്ലാഹു തആല ഇറക്കി, അൽ കുത്തുബ കിതാബുകളെ, വറസല റുസുല പ്രവാചകന്മാരെ, അൽ അംബിയ നബിമാരെ. എന്തിനാണ് ഇറക്കിയത്? ലിദഅവത്തിൻ നാസി വ തസ്കിയതിഹിം, ഇതാണ് അതിൻ്റെ ഉത്തരം. ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടും വതസ്കിയതിഹി, അവരെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടും അവരെ നല്ലവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ ഇറക്കിയതും കിതാബുകളെ ഇറക്കിയതും. നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തു. ഖൗമഹു, തൻ്റെ സമുദായത്തെ, തൻ്റെ ജനങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചു. എത്ര വർഷം? 950 വർഷം. വദഅ ഇബ്രാഹിം വ മൂസ വ ഈസ വ ഖൗമഹും ഇലൽ ഹിദായ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് അവരുടെ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅഇലൻ അൽ കുഫാർ അൽ ഇസ്ലാം, സത്യനിഷേധികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫവാജഹ മിനൽ അഅദാഇ കസീറ മിൻ മലാലിമി കമാ വാജഹൽ അംബിയ മിൻ ഖബൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമുദായത്തെ, തൻ്റെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ തൻ്റെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർക്ക് ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ നബിക്കും ധാരാളം ശത്രുക്കളും ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലാക്കിന്നഹും മാ തറക്കു ദഅവ, പക്ഷേ നബിമാരും പ്രവാചകന്മാരും മുർസലീങ്ങളും എന്താക്കിയില്ല? ഈ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന്, ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നില്ല. കാരണം അന്നഹ മിനൽ വാജിബാത്ത്, കാരണം അത് ആ പ്രവാചകന്മാർക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ അത് ഒഴിവാക്കിയില്ല. ബഅദ വഫാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം കാമ സഹാബത്ത് ബിദഅവ, ആ ജോലി ഏറ്റെടുത്തത് സഹാബത്താണ്. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഒരു ജോലി ഏറ്റെടുത്തിട്ടുള്ളത് സഹാബക്കളാണ്. സുമ്മ താബിഊന, പിന്നെ സഹാബികൾക്ക് ശേഷം വന്ന താബിഈങ്ങളാണ്. താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബകൾക്ക് ശേഷം വന്ന ആളുകൾക്കാണ് താബിഈങ്ങൾ എന്ന് പറയും. വൽ ഉലമ, പിന്നീട് പണ്ഡിതന്മാരാണ്. വലിദാഹും വറസത്തുൽ അംബിയ, ഇതുകൊണ്ടാണ് അവരെ അംബിയാക്കളുടെ പിൻഗാമികൾ എന്ന് പറയുന്നത്. വറസത്ത് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികൾ, അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് ഇവരെ പറയുന്നത് എന്തുകൊണ്ടാണ്? അമ്പിയാക്കളുടെ ജോലി അവർക്ക് ശേഷം ഇവരെ ഏറ്റെടുത്തുകൊണ്ടാണ്. അമ്പിയാക്കളുടെ ജോലി എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുക, അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ്
അമ്പിയാക്കളുടെ നബിമാരുടെ ജോലി. അപ്പോൾ ഈ നബിമാർ വഫാത്തായതിനു ശേഷം അവരുടെ സഹാബത്തും താബീയങ്ങളും ഉലമാക്കളും ഈ കാര്യം ഏറ്റെടുത്ത് നടത്തി. അതുകൊണ്ടാണ് ഈ ഉലമാക്കൾക്ക് അമ്പിയാക്കളുടെ പിൻഗാമികൾ, അനന്തരാവകാശികൾ എന്ന് പറയുന്നത്. അബി ജുഹൂദിഹിം ഇൻതശറൽ ഇസ്ലാമി ജമീഇൽ അൻഹായിൽ ആലം. ഇങ്ങനെ ഈ പിൻഗാമികളുടെ പ്രവർത്തന ഫലമായിട്ട് ലോകത്ത് എമ്പാടും ഇസ്ലാം എന്തായി? വ്യാപിച്ചു. അടുത്ത ചോദ്യം, മാ ഹിയ ഷഫാത്തുൽ ഉലമ. എന്താണ് ഷഫാത്തുൽ ഉലമ എന്നുള്ളത്? പേജ് നമ്പർ 24 മഹ്ശർ എന്ന പാഠത്തിൽ നമ്മൾ നേരത്തെ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. അഷഫാത്തുൽ ഉലമ ഹിയ ഷഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ജമീഇൻ നാസ്. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശയാണ് ഷഫാത്തുൽ ഉലമ എന്ന് സിമ്പിളാക്കിയിട്ട് എഴുതാം. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, മൻ ഹുവ മുസ്തഹിഖുൻ ലിൽ ഇബാദ. ആരാധനക്ക് അർഹൻ ആരാണ്? സിമ്പിളായിട്ട് ആൻസറാണ്, എല്ലാവർക്കും അറിയാം. അള്ളാഹു ആണ്. അത് എത്രാമത്തെ പാഠത്തിലാണ് പഠിക്കുന്നത്? പേജ് നമ്പർ 8 ആണ് നമ്മളത് പഠിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ പാഠം. അപ്പോൾ ഇവിടെ പറയുന്നത്, ആരാണ് ഈ ലോകം ഉണ്ടാക്കിയത്? ആരാണ് മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഉണ്ടാക്കിയത്? മരങ്ങളും ചെടികളും ഉണ്ടാക്കിയത് ആരാണ്? അങ്ങനെ ചോദിച്ചിട്ട് ഹു അല്ലാഹു ഖാലിഖു ലൈസ ലഹു ശരീകുൻ ഫി ദാത്തി വസിഫാത്തി വൽ അഫ്ആൽ വൽ മുൽക്ക്. എല്ലാത്തിലും ഏകനായിട്ടുള്ള യാതൊരുവിധ പങ്കുകാരനുമില്ലാത്ത അള്ളാഹുവാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഹുവ വഹദഹു, അവൻ മാത്രമാണ് യസ്തഹിഖു ലിൽ ഇബാദ, ഈ ആരാധനക്ക് അർഹൻ. വൽ ഖുളൂഇ കാമിൽ, പരമമായ വിനയത്തിനും ആരാധനക്കും അർഹനാരാണ്? അവൻ മാത്രമാണ്. ഹാദിഹിൽ അഖീദ, ഈ ഒരു വിശ്വാസമാണ്, അതായത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അവർ മാത്രമാണ് പരമമായ വിനയം, കീഴൊതുങ്ങിക്കൊടുക്കൽ അവന് മാത്രമാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് തൗഹീദ്. കിയ തൗഹീദ്, ഈ ഒരു വിശ്വാസമാണ് തൗഹീദ്. ഫശിർക്കു ലിദ്ദുഹു, ഷിർക്ക് എന്നുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു തആല നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഇരുന്നതും ഒക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നാഫിയായ ഇൽമായി അല്ലാഹു തആല മാറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.